പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ ഒരു അത്ഭുത സൂറത്തുണ്ട്. കുഞ്ഞു സൂറത്താണ്, നമുക്കൊക്കെ മനപ്പാടുള്ള സൂറത്താണ്. ആ സൂറത്ത് ഡെയിലി ഒരു വട്ടം പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടാകില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതിനേക്കാൾ എഫക്റ്റീവായൊരു മാർഗം വേറെ ഇല്ല എന്നാണ് തോന്നുന്നത്. അത്ര പവറാണ്. മാത്രമല്ല, ഈ സൂറത്ത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു പ്രത്യേക സമയവും എണ്ണവും പറയുന്നുണ്ട്. എളുപ്പമാണ്. നമ്മളും നമ്മുടെ മക്കളൊക്കെ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്ഭുതം നേരിട്ട് കാണാം. ഈ വരുമാന മാർഗങ്ങളെല്ലാം അള്ളാഹു തുറന്നു നൽകുന്ന ഈ ഗുണങ്ങളെല്ലാം കിട്ടുന്ന അത്ഭുത സൂറത്ത് ഏതാണെന്നറിയോ? ആ സൂറത്ത് എങ്ങനെ ഓതണ്ടെന്നറിയോ? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്ത്, ബറക്കത്ത്, സലാമത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകം ദുആയിൽ ഓർക്കുന്നു നമ്മുടെ അൻവാരി ഫസൻ്റെ കുടുംബം. കമൻറ്റിൽ വന്ന് സന്തോഷം പറഞ്ഞു പോകുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, സന്തോഷ സ്നേഹത്തോടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു എല്ലാ ബറക്കത്തും നൽകട്ടെ. നമ്മുടെ എല്ലാ രോഗവും പ്രയാസവും കടങ്ങളൊക്കെ അല്ലാഹു നീക്കിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ നമുക്ക് അല്ലാഹു ചെയ്തിട്ടുള്ള നിഅമത്തുകളിൽ ഏറ്റവും സമുന്നതമായ നിഅമത്താണ് പരിശുദ്ധ ഖുർആൻ. അതിനേക്കാൾ വലിയ നിഅമത്ത് വേറെ ഉണ്ടോ? ഇത്രയും വലിയ നിഅമത്ത് നമ്മുടെ കയ്യിലേക്ക് വന്നു കിട്ടിയിട്ട് വീണ്ടും നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെയും നൊമ്പരത്തിൻ്റെയും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പ്രയാസത്തിൽ അകപ്പെട്ട് കിടക്കുക ഒരിക്കലും വേണ്ട. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ സമീപിക്കേണ്ടതുപോലെ ഖുർആനെ സമീപിച്ചാൽ അൽഹംദുലില്ലാ ഏതു പ്രശ്നത്തിനും പരിഹാരമാണ്. അതിൻ്റെ ഏറ്റവും നേർക്കുനേരെയുള്ള ഉദാഹരണമാണ് പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരു വേറിട്ട അധ്യായം. കുഞ്ഞധ്യായമാണ്, ചെറിയ സൂറത്താണ്. നമ്മൾ പലപ്പോഴും അത് ഓതിയിട്ടുണ്ട്, ഓതുന്നുണ്ട്. അതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അൻവാറി ഫസൻ്റെ ക്ലാസ്സുകളിൽ പോലും. എന്താ സൂറത്ത്? ഏതാ സൂറത്ത്? അത് പരിശുദ്ധമായ ഖുർആനിൻ്റെ 94-ാമത്തെ സൂറത്താണ്. സൂറത്തു ശർഹ് എന്ന് പറയും. നമുക്കൊക്കെ പരിചയം ഉണ്ടാകും. അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്താണ്. കുഞ്ഞു സൂറത്താണല്ലോ. ഈ പരിശുദ്ധമായ സൂറത്ത് കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് അള്ളാഹു കൊടുത്തിരിക്കുന്നൊരു പവർ എന്താ? അതിങ്ങനെ തഫ്സീറിൻ്റെ കിതാബിൽ, ഹദീസിൻ്റെ കിതാബിൽ അതിൻ്റെ ഫളായിലുകളൊന്ന് വായിച്ചു നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. റബ്ബേ, ഇത്രയും വലിയ പവറുള്ളൊരു സൂറത്താണോ ഈ സൂറത്ത്? നമ്മൾ ചിന്തിച്ചു പോകും, അത്രയും വലിയ കനമുള്ള ഒരു സമ്മാനമാണോ ഞങ്ങളുടെ മുന്നിലേക്ക് വച്ചിട്ടുള്ളത്? തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് അറിയുന്നവൾ ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ആ സൂറത്ത് ഓതാതെ പോകില്ല. അത്രയേറെ ഫളിലാണ്. എത്രത്തോളം ഈ സൂറത്തിൻ്റെ സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ശത്രുക്കൾ ഭയങ്കര കളിയാക്കലാണ്. വെറും അയ്യോ പാവങ്ങൾ, വെറും ഫുഖറാക്കൾ, ദരിദ്രന്മാർ, ഒന്നിനും വകയില്ലാത്ത കുറേ സാധുക്കൾ, അവരാണ് ഈ ദീനിൻ്റെ പിന്നാലെ നടക്കുന്നത്, ഒന്നിനും കഴിവില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ ഈ സാധുക്കളായ സ്വഹാബത്ത് അറിയാലോ, വയറിൽ കല്ല് വെച്ച് കെട്ടി ഇസ്ലാമിന് വേണ്ടി പോരാടിയ മഹാന്മാരായ സ്വഹാബത്തിന് നമ്മൾ കേട്ടിട്ടില്ലേ? വയറ് കല്ല് വെച്ച് കെട്ടി. എന്തിനാ? വയറില്ല, ഉള്ളിലേക്ക് മടങ്ങിപ്പോയി, നടുവളഞ്ഞു പോവുകയാണ്, നിൽക്കാൻ പറ്റുന്നില്ല. ഇന്ന് വയർ അധികമായതുകൊണ്ട് നമ്മൾ ഓട്ടവും ചാട്ടവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്ക് അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന്. അത്തരം പട്ടിണി പാവങ്ങൾ, ഫുക്കറാക്കൾ, ആ സ്വഹാബത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് വേദനിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൻ്റെ തലോടലാണ് ഈ സൂറത്ത്. ഈ സൂറത്തൊരു സമാധാനമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എപ്പോഴും പ്രയാസം തുടർന്നുകൊണ്ടിരിക്കില്ല. പ്രയാസത്തിന് ഒരു കാലാവധിയുണ്ട്, അത് അവസാനിക്കും. ഒരു വിഷമം വന്നാൽ, ഒരു പ്രയാസം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചാൽ വലിയ സന്തോഷം കൊണ്ട് അള്ളാഹു അതിനെ മൂടിക്കളയും. ഒരു പ്രയാസമില്ല, നിങ്ങൾ വിചാരിക്കണ്ട, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറിക്കോളൂ. ഇതന്നെ ഈ ആശ്വാസത്തിൻ്റെ സൂറത്ത്. അങ്ങനെയാണ് സൂറത്ത് അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തായി നമുക്കൊക്കെ ആശ്വാസമാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് വേണം, ഒരു മിനിറ്റ് ഓതേണ്ട ഒരു സൂറത്തിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ചില്ലറ സെക്കൻഡുകൾ കൊണ്ട് ഓതി തീർക്കാൻ പറ്റും.
അത്രയും കുഞ്ഞു സൂറത്താണ് സൂറത്തു ശറഹ്. ഈ പരിശുദ്ധമായ സൂറത്ത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ ഇമാം സ്വാവി തങ്ങളെപ്പോലുള്ള ഗഡ്സുള്ള മുഫസ്സിരീങ്ങൾ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞ കൂട്ടത്തിൽ കാണാം, കാല ബഅ്ദുൽ ആരിഫീൻ, ആരിഫീങ്ങളിൽപ്പെട്ട പ്രമുഖരായ ചിലർ സംസാരിച്ചു, ഇടപെട്ട് പറഞ്ഞു ഈ സൂറത്തിനെ കുറിച്ച്. എന്താ പറയുന്നത്? മൻ ദാവമ അലാ ഖിറാഅത്തിഹാ അഖിബസ് സ്വലവാത്തിൽ ഖംസ്. ഒരാൾ, ഒരു സഹോദരനോ സഹോദരി, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എല്ലാ ഫർള് നിസ്കാര ശേഷവും നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ദുആയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വട്ടം, അത് അവിടെ ഇരുന്നിട്ട് തന്നെ ആകണമെന്നില്ല, എണീറ്റ് പോകുമ്പോഴാകാം, ഇരുന്നിട്ടാകാം, ഒരു വട്ടം ഈ സൂറത്ത് പാരായണം ചെയ്യൽ മൻ ദാവമ. ഒരു ഉഷാദ് ഇന്നും കെട്ട് ചൊല്ലി നാളെ ഇല്ല, അങ്ങനെയല്ല. എല്ലാ വഖത്തിന് ശേഷവും ഒരു വട്ടം ഈ പരിശുദ്ധ സൂറത്ത് പാരായണം ചെയ്യുന്നത് ഒരാൾ പതിവാക്കി ഏറ്റെടുത്തു കഴിഞ്ഞാൽ യസ്സറല്ലാഹു അംറഹു, അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. ഫോൺ വിളിച്ചാൽ ഒരു തവണ വിളിച്ചു, ആൾ അറ്റൻഡ് ചെയ്തു, രണ്ടാം തവണ വിളിച്ചപ്പോൾ അറ്റൻഡ് ചെയ്തില്ല, ഇവന് സ്ഥിരം ഇതാ പരിപാടി എന്നും പറഞ്ഞിട്ട് നമ്മളെ സഹായിക്കാനുള്ള ആളും കൈ ഒഴിഞ്ഞു. ആ ജാതി സഹായം അല്ല ഇവിടെ ഉണ്ടാകുന്നത്. എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, ഈ സെക്കൻഡിൽ ഇത് പറയാനും കേൾക്കാനൊക്കെ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അസ്സവജല്ലയായ പടച്ച റബ്ബ്, ആ അള്ളാഹു അവൻ്റെ കാര്യത്തിൽ ഇടപെടും. നമ്മുടെ ജോലിയാകാം, കച്ചവടമാകാം, കുടുംബമാകാം, മക്കളാകാം, ഏതിടപാടായിക്കോട്ടെ, നമ്മുടെ A to Z സകല പ്രവർത്തനങ്ങളിലും അള്ളാഹു ഇടപെടും. യസ്സറല്ലാഹു അംറഹു, കാര്യങ്ങളൊക്കെ എളുപ്പമാകും. നമ്മൾ തന്നെ ചിന്തിക്കും, പടച്ചോനെ ഈ കാര്യം എത്ര ടഫായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അതൊക്കെ എത്ര എളുപ്പത്തിലാണ് നടക്കുന്നത് കാര്യങ്ങൾ തോന്നിപ്പോകും. ഇപ്പോൾ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, അള്ളാഹു എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര രാവുകൾ കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത പോർഷനൊക്കെയാണ് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് എനിക്ക് ബൈഹാട്ടാക്കാൻ പറ്റുന്നത്. എല്ലാറ്റിലും അള്ളാഹിൻ്റെ സഹായം. യസ്സറല്ലാഹു അംറഹു, അള്ളാഹു കാര്യങ്ങളിൽ ഇടപെട്ട് സഹായിക്കും. മാത്രമല്ല വഫറജ ഹമ്മഹു, അവൻ്റെ നെഞ്ചകത്തുള്ള ഏത് വിഷയത്തെക്കുറിച്ചുള്ള ടെൻഷനാണെങ്കിലും തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ റീമൂവ് ചെയ്ത് കളയും, ആ ടെൻഷൻ നീക്കിക്കളയും. എന്ത് ബെനിഫിറ്റാന്ന് നോക്കിയ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തിന് നമ്മുടെ ഇതുവരെ തോരാത്ത കിടക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ കുഞ്ഞു സൂറത്ത് മതി. ആരാ പറയുന്നത്? പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു എന്നല്ല പറയുന്നത്, എൻ്റെ വാക്കല്ല. ഖാല ബഅ്ദുൽ ആരിഫീൻ, അള്ളാനെ അറിഞ്ഞ ആളുകളുടെ സംസാരമാണിത്. ഇത് വല്ലാത്ത വാക്കാ. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല, ആ മേഖലയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല, അവിടുന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നതിലപ്പുറം അള്ളാഹു റിസ്ക്, ഉപജീവന മാർഗം, സമ്പത്തും സൗകര്യങ്ങളും വരുമാന മാർഗങ്ങളും കച്ചവടവും ജോലിയുമെല്ലാം ഡെവലപ്പാക്കി അള്ളാഹു തന്നുകൊണ്ടിരിക്കും. കണക്ക് നോക്കൂല. ഇന്നലെ 100 കൊടുത്തതല്ലേ ഇന്ന് 100 കൊടുക്കണോ എന്നൊന്നും വിചാരിക്കില്ല. ലാ യഹ്തസിബ്, ഒരു കണക്കും നോക്കാതെ വാരിക്കോരി അള്ളാഹു തരും. ഈ സൂറത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന പവറാണ് എന്ന് ആരിഫീങ്ങളായ പ്രമുഖർ, പ്രിയപ്പെട്ടവർ ഇടപെട്ട് സംസാരിച്ചത് നമുക്ക് തഫ്സീറിൻ്റെ കിതാബിൽ കാണാം. അപ്പോൾ എത്രയേറെ പവറുണ്ട് ഇതിന്. ഈ പരിശുദ്ധമായ സൂറത്തു ശറഹ്, ഈ സൂറത്തു ശറഹ് അതിൻ്റെ ആരിഫീങ്ങൾ ഇടപെട്ട് സംസാരിച്ച ഒരു ഭാഗം കൂടെ കിതാബിൽ കാണാം. എന്താ മഹാന്മാർ പറയുന്നത്? ഈ പരിശുദ്ധമായ സൂറത്ത്, കുഞ്ഞു സൂറത്ത് വലത് കൈ നെഞ്ചിൽ വെച്ചിട്ട് മനോഹരമായിട്ട് ഈ സൂറത്ത് പാരായണം. എപ്പോഴാണ്? സുബഹി നിസ്കാരത്തിന് ശേഷം. അങ്ങനെ പറയുന്നത്, മൻ ഖറഅ സൂറത്ത ശറഹി 7 മറാത്തിൻ അഖിബ സ്വലാത്തി സുബഹി വവളഅ യദഹു അലാ സ്വദരിഹി. നമ്മുടെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഈ സൂറത്ത് 7 മറാത്ത് 7 വട്ടം പാരായണം ചെയ്യുക. ഒരു പണിപ്പാടുമില്ല, ഒരു പ്രയാസമില്ല. അങ്ങനെ പാരായണം ചെയ്താൽ, കേട്ടോളൂ, ആണാകട്ടെ പെണ്ണാകട്ടെ, വിദ്യാർത്ഥിയാകട്ടെ മുതിർന്ന ആളാകട്ടെ, ആരും ആകട്ടെ, ഒരു കുഴപ്പമില്ല. ആര് പാരായണം ചെയ്താലും അൽഹംദുലില്ലാ അള്ളാഹു കൊടുത്തിരിക്കുന്ന പവർ എന്താണെന്നറിയോ? കഫാഹുല്ലാഹു കുല്ല ഹമ്മിൻ വഹസനിൻ. അള്ളാഹു സകല മാനസിക വിഷമങ്ങൾ, ഡിപ്രഷൻ, നമ്മുടെ ടെൻഷൻ, നമ്മുടെ വേദന, പ്രയാസം, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി കൊടുക്കും. ആ പ്രശ്നം പരിഹരിക്കാൻ ഇത് മതിയാകും. അത്രേ കഫാഹുല്ലാ, അള്ളാഹു മതിയാക്കി കൊടുക്കും. ഇത് മതിയാകും. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ, ഏത് വേദന പ്രയാസത്തെയും നീക്കം ചെയ്ത് കളയാൻ ഇത് മതിയാകും. വശഫാഹു മിൻ അംറാദി സ്വദ്രി വൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിൻ്റെ, നെഞ്ചിൻ്റെ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, മാലിന്യങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും?
ശിഫയാക്കി കൊടുക്കും, ആ രോഗം മാറ്റി കൊടുക്കും. ഇവിടെ കൈവച്ചിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ ഭയങ്കര പവറാണ്. ഫഫതഹല്ലാഹു ലഹു അബ്വാബൽ ഫഹ്മി വൽ ഇൽമി. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിയാൻ, കാര്യങ്ങൾ ബോധത്തോടെ മനസ്സിലാക്കാനുള്ള ഫഹ്മിൻ്റെ, ഇൽമിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ മുഴുവൻ കവാടങ്ങളും തുറക്കപ്പെടും അത്തരക്കാർക്ക് എന്ന് ആരിഫ്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക്, നമ്മളൊക്കെ പഠിതാക്കളാണല്ലോ, പഠനം അവസാനിക്കുന്നില്ലല്ലോ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അതിലൊക്കെ ഭയങ്കര പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻസായ മക്കൾ, പേരമക്കളൊക്കെ അല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കിയേ. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹി നിസ്കരിക്കണം കേട്ടോ, സുബഹി നിസ്കാരം വേണം. ചുമ്മാ അലം നശ്റഹ് സൂറത്ത് കൊണ്ട് ഇപ്പോൾ വാരിക്കോരി എടുക്കാമെന്ന് ആരും വിചാരിക്കരുത്. സുബഹി നിസ്കരിക്കാതെ സൂറത്ത് ഓതാൻ തന്നെ പാടില്ല. സുബഹി നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ശർഅ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് വലത് കൈ നെഞ്ചിലേക്ക് വെക്കുക, എന്നിട്ട് 7 വട്ടം പാരായണം ചെയ്യുക. ആ കുട്ടിക്ക് ഭയങ്കര മെമ്മറി പവറായിരിക്കും. കാര്യങ്ങൾ തിരിച്ചറിയാൻ കൃത്യമായ ഒരു വട്ടം കേട്ടാൽ മതി. അത്യാവശ്യം കുറച്ച് മൈനസായിരുന്നു, കുറച്ച് പിറകോട്ടായിരുന്നു പഠിക്കാൻ മോനും മോളും, ഇതങ്ങോട്ട് പതിവാക്കിയോളൂ. അത്ഭുതകരമായ നേട്ടങ്ങൾ, വലിയ പവറാണിതിന്. സൂറത്തു ശറഅ്, അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്ത് ഒരു 3 വട്ടം ഓതിയിട്ട് ശുദ്ധമായ തേനിൽ വെറും വയറ്റിൽ കൊടുത്താൽ ഭയങ്കര ബുദ്ധി കൂർമ്മതയുള്ള, ആരോഗ്യമുള്ള, നല്ല ചുറുചുറുക്കുള്ള മക്കളാകും നമ്മുടെ മക്കൾ. വെറും വയറ്റിൽ കൊടുത്താൽ ഭയങ്കര വീര്യമാണിതിനൊക്കെ. ഇതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ സൂറത്തിന് അത്രയും വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ എണ്ണി പറഞ്ഞാൽ, കിതാബുകൾ പരിശോധിച്ചാൽ, മൻ ഖറഅഹാ സാല അൻഹു ളിയഖു, അള്ളാഹു എല്ലാ കുടിസത, എല്ലാ ഞെരുക്കത്തിൽ നിന്നും അള്ളാഹു നീക്കം ചെയ്തു കൊടുക്കും ഈ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ. മാത്രമല്ല ശറഹല്ലാഹു സദ്റഹു ബിന്നൂരി വൽ ഈമാൻ. നമ്മുടെ ലെങ്ത്ത് കൂടി പോവാണ്, ക്ലാസ് നീണ്ടു പോവാണ്. ഞാൻ ചുരുക്കാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു പോയാൽ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ ഈമാനുകൊണ്ട്, ഈമാനിൻ്റെ പ്രകാശം കൊണ്ട്, നൂറ് കൊണ്ട് അള്ളാഹു നമ്മുടെ കൽബിനെ വിശാലമാക്കും. നമ്മുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെ വെളിച്ചമുണ്ടാവും. അതൊരു അനുഭൂതിയാണ് കേട്ടോ പ്രിയപ്പെട്ട. ഹൃദയത്തിൽ ഈമാനിൻ്റെ വെളിച്ചം ഒരു സെക്കൻഡ് കയറിയാൽ ആ സെക്കൻഡ് കിട്ടാവുന്ന ലഹരി ഉണ്ടല്ലോ, ആ ലഹരിക്ക് ഒരു MDMക്കും പരിസരത്ത് വെക്കാൻ പറ്റില്ല. അത്ര വലിയ സന്തോഷകരമായ ആനന്ദമാണ്, വലിയ ആനന്ദമാണ്. അത് ഒരു ലഹരി മരുന്നിനും കിട്ടാത്ത ആനന്ദമാണ്. അള്ളാഹുവിൻ്റെ ഈമാനിൻ്റെ നൂറ് കൊണ്ടുള്ള ലഹരി, എൻ്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ പവറായിട്ട് ഇവർക്ക് കിട്ടും. മാത്രമല്ല ദവാമു ഖിറാഅത്തിഹാ യുസഹിലു ഖലാഅദ് ദുയൂനി, അതായത് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട ആളുകൾ, കടങ്ങൾ കൊണ്ട്, ചെറിയ കടാകട്ടെ വലിയ കടാകട്ടെ, അങ്ങനെ വലിയ പ്രയാസത്തിലാണ് അത്തരം ആളുകൾ, ബിഫദ്ലില്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ആ കടം വീട്ടാൻ അള്ളാഹു സഹായിക്കും. കടം വളരെ എളുപ്പമായിട്ട് വീട്ടാൻ പറ്റും. തന്നെയോ പ്രയാസങ്ങൾ, വിഷമങ്ങൾ എല്ലാം നീങ്ങിയിട്ട് എളുപ്പം വന്ന് കിട്ടും. എളുപ്പത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, അടഞ്ഞു കിടക്കുന്ന കവാടം, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല, അടഞ്ഞെടുക്കാൻ ആ കവാടം അള്ളാഹു തുറന്നു നൽകും. ഇത് കാരണമായി നമ്മുടെ ശരീരത്തിൻ്റെ മടി മാറിപ്പോകും, ശരീരത്തിന് ഉന്മേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും, ഇബാദത്തും നന്മയും ആക്റ്റീവാകാനുള്ള പവർ അള്ളാഹു നൽകും, പ്രയാസവും ക്ഷീണക്കാണ് മാറിക്കിട്ടും. അങ്ങനെ മാത്രമല്ല, ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഫദ്ലാണ് അള്ളാഹു കൊടുക്കുന്നതെന്നാണ്. ഒരു പിഞ്ഞാണത്തിലേക്ക് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന അറബ് മഷി ഉണ്ടല്ലോ, ആ അറബ് മഷി കൊണ്ട് ഈ സൂറത്ത് എഴുതുക. ഇങ്ങനെ മുക്കിയിട്ട് എഴുതാൻ അറിയാവുന്നവർക്ക് എളുപ്പമാണ്, അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, അതിന് യോഗ്യമായ മഷി കൊണ്ട് അത് എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറബി മഷിയായി ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന തരത്തിൽ അത് മാച്ചു കുടിക്കാനുള്ളതാണ്. അങ്ങനെ ഈ സൂറത്ത് മനോഹരമായിട്ട് ഒരു വട്ടം എഴുതിയിട്ട് മാഉൽ വറദ്, നമ്മുടെ ഈ പനിനീർ വെള്ളം ഉണ്ടല്ലോ, റോസ് വാട്ടർ, അതുകൊണ്ട് ആ എഴുതിയത് അങ്ങോട്ട് കുറച്ച് ഒഴിച്ചിട്ട് അങ്ങോട്ട് മാക്കുക, എന്നിട്ടത് കുടിക്കുക. വലിയ ഫദ്ലാണ് പറയുന്നത് ഉണ്ടോ. അവൻ്റെ ബുദ്ധി, ഭയങ്കരമായ ബുദ്ധിശക്തി ഉണ്ടാവും. നമ്മൾ അത്ഭുതപ്പെട്ടു, പഠിച്ചോനെ ഇതെന്തൊരു ബുദ്ധിയാണ്, അങ്ങനെയുള്ളൊരു ബുദ്ധിസ്റ്റായിട്ട് മാറും എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഫളായിലുകൾ. അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ആറാമത്തെ ഒരു നേട്ടമായി പറയുന്നുണ്ട്, തൂരിസുൽ ഖബൂല ബൈനന്നാസി,
ഇത് പാരായണം ചെയ്യുന്നവർക്ക് ജനങ്ങളുടെ സ്വീകാര്യത ഉണ്ടാവും. പ്രത്യേകിച്ച് നല്ല മനുഷ്യർ അവർ പരിഗണിക്കും. ഒരു പ്രത്യേകമായ റെസ്പെക്റ്റ്, ഹൈബത്ത്, വക്കാറ്, ഒരു ആദരവ്, ബഹുമാനിക്കേണ്ടി വരും അയാളെ കണ്ടാൽ. അങ്ങനെ തോന്നും ജനങ്ങളുടെ മനസ്സിലേക്ക്. ഈ സൂറത്തിൻ്റെ പവറാണ് അത് പാരായണം ചെയ്താൽ. ഇപ്പം കേട്ടോളൂ, ഈ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്താൽ ഫീഹാ ശിഫാഉൻ ലി അംറാദിൽ ഖുലൂബിൽ ളാഹിറതി വൽ ബാത്തിന, ഉള്ളിലെയും പുറത്തെയും, അകത്ത് ആന്തരികമായിട്ടും പുറത്ത് ബാഹ്യമായിട്ട് നിൽക്കുന്ന സകല രോഗങ്ങൾക്കും ഈ സൂറത്ത് ശിഫ ആണ്. ഈ സൂറത്ത് ഒരു 3 വട്ടം വെള്ളത്തിൽ ഓതി മന്ത്രിച്ചിട്ട് കുടിച്ചാൽ, ഈ സൂറത്ത് ഒരു 3 വട്ടം, ഫാത്തിഹ ഒരു 3 വട്ടം, അല്ലെങ്കിൽ ഓരോന്നും 7 വട്ടം വീതം വെള്ളത്തിൽ ഓതി മന്ത്രിച്ച് കുടിച്ചാൽ രോഗിയുടെ ശരീരത്തിലേക്ക് ഉമിനീർ സ്പർശനം ഉണ്ടാകുന്ന തരത്തിൽ ഊതിയാൽ, എൻ്റെ റബ്ബേ, ഭയങ്കര ശിഫ ആണ്, ഭയങ്കര ശിഫ ആണ്. അത്ഭുതകരമായ ഒരു കാഴ്ച കാണാൻ പറ്റും. എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ, ഇതിലൊരു ഒട്ടനവധി കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഓർമ്മ വേണം ഈ കുഞ്ഞു സൂറത്ത്. ആ സൂറത്ത് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ആ സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇതാണ് ആ സൂറത്ത്. മനോഹരമായിട്ട് തെറ്റുകൂടാതെ നമ്മളൊക്കെ പാരായണം ചെയ്ത് പഠിക്കുക. പതിവായി പാരായണം ചെയ്യണം. ഇതിൻ്റെ നേട്ടങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കണം. പ്രത്യേകിച്ച് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ സന്തോഷവും ഖൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ, റാഹത്ത് നൽകട്ടെ. നമ്മൾപ്പെട്ട രോഗികൾക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. നമുക്ക് അല്ലാഹു ആരോഗ്യത്തോടെ അവൻ്റെ ത്വാഅത്തിൽ ദീർഘായുസ്സ് ആഫിയത്തോടെ അല്ലാഹു നൽകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് അൻവാർ ഹഫീസിൻ്റെ കുടുംബം, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.